ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബേക്കിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വെഡ്ഡിംഗ് കേക്കാണ് തയ്യാറാക്കുന്നത്. ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. വെഡ്ഡിംഗ് കേക്ക് എന്ന് പറയുമ്പോൾ നല്ല വൈറ്റ് കളറിലുള്ളൊരു കേക്കായിരിക്കും. അപ്പോൾ ആ റെസിപ്പി എങ്ങനെയാണെന്ന് കാണാം. മാത്രമല്ല, വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ തന്നെ ഒരു ഫോണ്ടൻ്റ് കൂടി ഉൾപ്പെടുത്തിയാൽ കൊള്ളാമെന്ന് മിക്കവരും പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോണ്ടൻ്റ് ഐസിങ് കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും കണ്ട് മനസ്സിലാക്കുക. വെഡ്ഡിംഗ് കേക്കിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ഇഞ്ചി കേക്ക് ടിന്നും അതുപോലെ അതിനെക്കാട്ടിലും വലിയ ഇഞ്ചി ഒരു കേക്ക് ടിന്നും എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കിയെടുക്കാം. ബട്ടർ മിൽക്കിന് വേണ്ടിയിട്ട് നമുക്കൊരു 1.5 കപ്പ് പാലാണ് വേണ്ടത്. തണുത്ത പാൽ യൂസ് ചെയ്യരുത്. ഫ്രിഡ്ജിൽ നിന്നും ഡയറക്റ്റായിട്ട് എടുക്കരുത്. തണുപ്പ് മാറിയതിന് ശേഷം യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് അടുപ്പിലോട്ട് വെച്ച് ആ തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് തീ ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് വലിയ ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വിനാഗിരിക്ക് പകരം നമുക്ക് നാരങ്ങാനീര് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കേർഡ്, തൈരുണ്ടല്ലോ, അത് വേണമെങ്കിലും യൂസ് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചാലും മതിയാവും. ഇനി നമുക്കിത് ഒരു സൈഡിലോട്ട് ഒരു 10 മിനിറ്റോളം മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കിയെടുക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് നല്ല റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ബട്ടർ എടുക്കുക. ഫ്രിഡ്ജിലാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ട് നന്നായിട്ട് തണുപ്പ് മാറിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എല്ലാ ബേക്കിങ്ങിനും നമുക്ക് അൺസാൾട്ടഡ് ബട്ടറാണ് വേണ്ടത്. കേക്ക് ബേക്കിംഗ് അതുപോലെ കുക്കീസൊക്കെ ബേക്ക് ചെയ്യാൻ അൺസാൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. എനിക്ക് ഇലക്ട്രിക് ബീറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സഹായത്തോടെയാണ് ബീറ്റ് ചെയ്യാൻ പോണത്. പിന്നെ നല്ല റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ബട്ടറാണിത്. കണ്ടോ, നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇലക്ട്രിക് ബീറ്റർ ഇല്ല എങ്കിൽ നന്നായിട്ട് തണുപ്പ് മാറിയ ബട്ടർ യൂസ് ചെയ്യുക. ആദ്യം തന്നെ ബട്ടർ നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക. എത്രത്തോളം ബീറ്റ് ചെയ്തെടുക്കുന്നോ അത്രത്തോളം നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്ക്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക. 1 മിനിറ്റോളം ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പഞ്ചസാരപ്പൊടി ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു 2.25 കപ്പോളം പഞ്ചസാരപ്പൊടി എടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ചേർക്കുന്ന പഞ്ചസാരപ്പൊടിയും ബട്ടറും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. കാരണം ഇനിയും നമ്മൾ പഞ്ചസാര പൊടിച്ചത് ചേർക്കുമ്പോൾ ഇത് തരിതരി പോലെയാവും. അതുകൊണ്ട് തുടക്കവേ നിങ്ങൾ പഞ്ചസാര കുറേശ്ശെ ചേർക്കുമ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇനി നല്ല തരിതരി പോലെയാണ് വരുന്നത്. കാരണം നമ്മൾ ഇതിലേക്ക് ഒരു 2.25 കപ്പോളം പഞ്ചസാരപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർക്കാം. ഞാൻ ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് ബട്ടർ എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ബട്ടർ എസൻസ് കൂടി ചേർക്കാം. ഇതുകൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേക്കിന്. നിങ്ങൾക്കിനി ബട്ടർ എസൻസ് ഇല്ല എന്നുള്ളവർ വാനില എസൻസ് ഒരു 2 ടീസ്പൂൺ അങ്ങ് ചേർത്താൽ മതി. ബട്ടർ എസൻസ് കൂടി ചേർക്കുമ്പോൾ കേക്കിനൊരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരുപാടിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. നമുക്ക് ഒരു അരിപ്പയിലേക്ക് 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ഞാൻ എടുത്തിരിക്കുന്നത് 2.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഓവറായിട്ട് ചേർക്കരുത്. ഓവറായിട്ട് ചേർത്താൽ കേക്ക് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്, ഹാർഡാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കേക്ക് കയ്പ്പ് രസം അനുഭവപ്പെടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടി ചേർക്കുന്നില്ല. കാരണം നമ്മൾ ബട്ടർ മിൽക്ക് ഇതിൽ ഓൾറെഡി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ ആവശ്യമില്ല. ഞാൻ ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സൈഡിലോട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. മിക്സ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക. എല്ലാ ഭാഗത്തും നമ്മുടെ ബേക്കിംഗ് പൗഡറും ഉപ്പും ഒക്കെ എത്തണം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 മുട്ടയുടെ വെള്ളയാണ്. മഞ്ഞക്കരു നമ്മളിതിൽ ചേർക്കുന്നില്ല. കാരണം നമ്മുടെ ഈ വെഡ്ഡിംഗ് കേക്ക് എന്ന് പറയുന്നത് നല്ല വൈറ്റ് കളറിലുള്ള ഒരു കേക്കാണ്. അപ്പോൾ മഞ്ഞ കൂടി ചേർക്കുമ്പോൾ ഒരു മഞ്ഞ കളർ പോലെ വരും. അതുകൊണ്ട് നമുക്കിതിലേക്ക് ഇതുപോലെ മുട്ടയുടെ വെള്ള മാത്രം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. ഓവർ സ്പീഡ് ഇട്ടിട്ട് ബീറ്റ് ചെയ്യേണ്ട. ജസ്റ്റ് സ്പീഡ് കുറച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ബീറ്റ് ചെയ്യുക. ഓവർ മിക്സിങ് പാടില്ല. ഇതിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതലായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട. ഇനി അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് കുറേശ്ശെ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ചേർക്കണം. അതുപോലെ തന്നെ കുറേശ്ശെ ബട്ടർ മിൽക്കും ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് സ്പാച്ചില ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇലക്ട്രിക് ബീറ്ററിൻ്റെ സഹായത്തോടെയും ഈ റെസിപ്പിക്ക് നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കാം. പക്ഷേ ഓവറായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് ഹാർഡായി പോവും. അതുകൊണ്ട് മെല്ലെ പയ്യെ സ്പീഡ് കുറച്ചിട്ട് വേണം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ബട്ടർ മിൽക്കും കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക. ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്, ഒരുപാട് അങ്ങ് മിക്സ് ആവാൻ നിൽക്കേണ്ട. ഇനിയും നമ്മൾ മിക്സ് ആക്കുന്നുണ്ട്. ഇനി വീണ്ടും നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ നമ്മുടെ ബട്ടർ മിൽക്കും കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് എല്ലാം കൂടെ ഒന്നിച്ചിടുകയും അരുത്, ഓവറായിട്ട് ബീറ്റ് ചെയ്യുകയും അരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഓവറായിട്ട് ബീറ്റ് ചെയ്യാതെ ശ്രദ്ധിക്കുക. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി, എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കാൻ നിങ്ങൾ നിൽക്കണ്ട. ഇനിയും നമ്മൾ ഒന്നുകൂടി ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്, മതി. ഇനി വീണ്ടും നമുക്ക് ബാക്കിയുള്ളത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പം ഞാൻ എല്ലാം ബാക്കിയുള്ളത് ചേർത്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്നെല്ലാം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ആവണം. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആവുമ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യുന്നത് നിർത്താം. ഓവറായിട്ട് ബീറ്റ് ചെയ്യില്ല. ഞാൻ എടുത്തെടുത്ത് ഈ പറയുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണോ എന്നറിയില്ല, എന്നാലും പറയുന്നത് നിങ്ങൾക്കത് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മതി. ഇതിപ്പോൾ കംപ്ലീറ്റ് നന്നായിട്ട് ബീറ്റായി, നന്നായിട്ട് മിക്സായി. ഇനി ഓവർ മിക്സിങ് പാടില്ല. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ 2 കേക്ക് ടിന്നിലാണ് ഇത് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാൻ പോകുന്നത്. കുറച്ചുകൂടി വലിപ്പമുള്ള ഒരെണ്ണം എടുക്കുക, കുറച്ചുകൂടെ ചെറുതും എടുക്കുക. കേക്ക് ടിന്നൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തതെന്ന് ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടൻ തന്നെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. പകുതിയായിട്ട് നമുക്ക് 2 ടിന്നിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്, ഒന്ന് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 7 ഇഞ്ചാണ് കൂടുതൽ നല്ലത്, കാരണം എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത് 2 ഉള്ളത് കൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ചെറിയ കേക്കിൽ നിന്നും കുറച്ച് ഞാൻ സൈഡിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റുന്നുമുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഓവൻ ഇല്ലാത്തവർ ബേക്ക് ചെയ്യേണ്ടത് ആദ്യം പ്രീ ഹീറ്റ് ചെയ്യുക. നിങ്ങൾ എന്തിലാണോ ഇത് ബേക്ക് ചെയ്യാൻ പോകണത്, ഇഡ്ഡലി കുക്കറിലാണെങ്കിൽ അങ്ങനെ, അല്ല പ്രഷർ കുക്കറിലോ സോസ് പാനിലോ എന്തിലാണെങ്കിലും ശരി, ആദ്യം ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. സോസ് പാനിൽ പ്രീ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, നമ്മൾ ഡയറക്റ്റായിട്ട് അതിൽ ഒഴിച്ചല്ലേ ബേക്ക് ചെയ്യുന്ന. ഇനി നിങ്ങൾ ഇഡ്ഡലി കുക്കറിലാണെങ്കിൽ ഞാൻ എപ്പോഴും കാണിക്കുന്ന പോലെ തന്നെ അങ്ങ് ബേക്ക് ചെയ്യുക. ആദ്യം 5 മിനിറ്റ് ഫുൾ ഫ്ലെയിം ഇട്ടിട്ട് അത് ചൂടാക്കിയെടുക്കുക. എന്നതിന് ശേഷം ഈ കേക്ക് ടിന്നെ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒരു 30 മുതൽ ഒരു 45 മിനിറ്റ് വരെ നമുക്ക് നോക്കാം. 30 മിനിറ്റ് കഴിയുമ്പോഴേ നിങ്ങൾക്ക് തുറന്ന് നോക്കാം. അതിന് മുമ്പ് തുറന്ന് നോക്കിയാൽ കേക്ക് കുഴിഞ്ഞു പോകും. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കുക ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ OTG ഓവനിലാണെങ്കിൽ 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ശേഷം ഒരു 40 മുതൽ 55 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്യാം. അതുപോലെ കൺവെക്ഷൻ ആണെങ്കിൽ 180 ഡിഗ്രിയിൽ 30 മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാം. അപ്പം നമ്മുടെ വെഡ്ഡിങ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് കംപ്ലീറ്റ് തണുക്കണം, എന്നിട്ട് ഐസിങ് ചെയ്യാൻ ഉപയോഗിക്കാവൂ. അടുത്തതായിട്ട് വിപ്പിംഗ് ക്രീം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, വിപ്പിംഗ് ക്രീം മെൽറ്റ് ആവുന്നു, ശരിയായിട്ട് വരുന്നില്ല. നിങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു വിപ്പിംഗ് ക്രീം ചൂസ് ചെയ്യാത്തത് കൊണ്ടാണത്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് വിവോയുടെ വിപ്പിംഗ് ക്രീമാണ്. ഞാൻ ബാലൻസ് ആണിപ്പോൾ ഈ കുപ്പിയിൽ ഒഴിച്ച് വയ്ക്കുന്നത്. ഞാൻ ഫ്രീസറിലാണ് ബാക്കി ക്രീം ഒഴിച്ചിട്ട് സൂക്ഷിച്ച് വെക്കുന്നത്. ഇതിൽ നിന്നും ഞാൻ ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഞാൻ വിവോ നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഐസിങ് ഷുഗറാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും, പഞ്ചസാര പൊടിയാണെങ്കിലും മതിയാവും. ഇനി അടുത്തതായിട്ട് കുറച്ച് തണുത്ത വെള്ളത്തിൻ്റെ മുകളിൽ ഈ ബൗൾ ഇറക്കി വെച്ചിട്ട് നിങ്ങൾ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നല്ല പോലെ പതഞ്ഞ് വരും. അപ്പോൾ തണുത്തൊരു കണ്ടീഷനിലാണ് ഇത് നന്നായിട്ട് ബീറ്റായിട്ട് വരിക. അപ്പോൾ നല്ല തണുത്ത ക്രീമാണ്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ബീറ്റായിട്ട് കിട്ടും. പിന്നെ നമുക്ക് ഒരുപാട് ക്രീം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഫിയോന വിപ്പിംഗ് ക്രീം, പിന്നെ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീം, പിന്നെ വിവോ വിപ്പിംഗ് ക്രീം, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. എനിക്കിപ്പോൾ ഇത് 3 അറിയത്തുള്ളൂ. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റും.
ഈ വിപ്പിംഗ് ക്രീം നമുക്കൊരു അരമണിക്കൂർ ഫ്രീസറിലോട്ട് വെക്കാം. എന്നിട്ട് കേക്ക് ഐസിങ് ചെയ്യുന്നതാണ് ബെസ്റ്റ്. എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യുക. നമ്മൾ കേക്ക് ഐസിങ് ചെയ്യുന്നതിന് മുമ്പ് അരമണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഫോണ്ടൻറ്റ് ഐസിങ് ആണ്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഐസിങ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. ആദ്യം 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ട് ഒന്നുകൂടി പൊടിക്കുക. അതാണ് ഐസിങ് ഷുഗർ. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഒരു കൊച്ചു ബൗൾ എടുക്കുക. ഈ ബൗളിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കോൺ സിറപ്പ് ഒരു 3 ടീസ്പൂൺ ഞാൻ തൽക്കാലം ഇപ്പോൾ ഒഴിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. കോൺ സിറപ്പ് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. സുമീസ് ടേസ്റ്റി കിച്ചൻ കോൺ സിറപ്പ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ കാണാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളം, ഞാൻ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 ടീസ്പൂൺ നമുക്ക് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ആ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ ബട്ടർ ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇതിൽ കിടന്നിട്ട് മെൽറ്റായിട്ട് കിട്ടും. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ നമ്മൾ അരിച്ച് വെച്ച നമ്മുടെ ഐസിങ് ഷുഗറിൻ്റെ ആ നടുക്കോട്ട് നമുക്കിപ്പോൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു വലിയ എമൗണ്ടിൽ ഒരു ഫോണ്ടൻ്റ് ഐസിങ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിരുന്നു. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. സുമീസ് ടേസ്റ്റി കിച്ചൻ ഫോണ്ടൻ്റ് ഐസിങ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വീഡിയോ കാണാം. ഇനി നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എനിക്ക് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ഞാൻ കോൺ സിറപ്പ് ഉണ്ടാക്കിയത് ബാലൻസ് ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ചായിട്ട് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് CMC പൗഡർ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ CMC പൗഡറാണ്. ശരിക്കും ഈ CMC പൗഡറാണ് ഇത് നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നത്. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ കുഴക്കില്ലേ, അതുപോലെയാണ് ഈ സംഭവം. അത് നമുക്ക് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ഹാർഡായതുകൊണ്ട് ഞാൻ ബാലൻസ് ഇരിക്കുന്ന കോൺ സിറപ്പിൽ നിന്നും 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമനുസരിച്ചിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓവറായിട്ട് ചേർക്കരുത്, ലൂസായി പോകും, നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റില്ല, കയ്യിൽ സ്റ്റിക്കി ആവും. അപ്പോൾ കുറച്ച് ചേർത്തിട്ട് നിങ്ങളൊന്ന് ഉരുട്ടി നോക്കുക. നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ കുറച്ചുകൂടി ഒന്ന് ചേർക്കുക. ഇനി കോൺ സിറപ്പ് ഇരിപ്പില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം ചേർക്കേണ്ട, സാധാരണ പച്ചവെള്ളം ചേർത്താൽ മതി. 1 ടീസ്പൂൺ വീതം ചേർത്തിട്ട് നോക്കുക. നന്നായിട്ട് മിക്സായി എന്ന് കണ്ടാൽ നിങ്ങൾ കൂടുതൽ ചേർക്കാനായിട്ട് നിൽക്കേണ്ട. കോൺ സിറപ്പ് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുന്നതായിരിക്കും ബെസ്റ്റ്. കണ്ടോ, ഇതിപ്പോൾ എനിക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കോൺ സിറപ്പ്. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. നമ്മൾ വേറൊന്നും കരുതണ്ട, നമ്മൾ സാധാരണ ചപ്പാത്തി കുഴയ്ക്കുന്നു എന്ന് കരുതിയാൽ മതി. അപ്പോൾ നമുക്കിത് വലിയ സിമ്പിളായിട്ട് തന്നെ തോന്നും, വലിയ പാടായിട്ടൊന്നും നമുക്ക് തോന്നില്ല. കണ്ടോ, നന്നായിട്ട് ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് റോൾ ചെയ്ത് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫോണ്ടൻ്റ് ഐസിങ് നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഫോണ്ടൻ്റ് കൂടി ഉൾപ്പെടുത്തിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇതുകൂടി നിങ്ങളെ കാണിച്ചത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് തണുത്തിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ടിന്നിൽ നിന്ന് റീമോൾഡ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അതുപോലെ ഒരു നൈഫ് ഉപയോഗിച്ച് ആദ്യം ഈ സൈഡൊക്കെ ഒന്ന് വിട്ടെടുക്കുക. എന്നിട്ട് മാത്രം കേക്ക് പുറത്തെടുക്കുക. ചൂടോടുകൂടി എടുക്കുകയാണെങ്കിൽ കുറച്ച് കേക്ക് അതിൽ ഒട്ടിപ്പിടിച്ച് ഇരിക്കും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഇതും ഒന്ന് ഈ ടിന്നിൽ നിന്നൊന്ന് വിട്ടെടുക്കാം. അപ്പോൾ ഈ 2 കേക്ക് നമുക്ക് സൈഡിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്കിത് കേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ തുടങ്ങാം. ഇനി വേണ്ടത് ഷുഗർ സിറപ്പാണ്. പഞ്ചസാരയും വെള്ളവും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നത് തന്നെയാണ് ഷുഗർ സിറപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ടിന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു സ്പൂൺ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ഞാൻ ഇതുപോലൊരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ഇത് കേക്ക് സ്റ്റാൻഡാണ്. നമുക്ക് പല ഇഞ്ചിലും ഇത് കിട്ടും. ഇതിപ്പോൾ 9 ഇഞ്ചിൻ്റെ കേക്ക് സ്റ്റാൻഡാണ്. നിങ്ങൾക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമ്മുടെ സാധാരണ കാർഡ്ബോർഡ് ഈ ഒരു ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് മടക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കാർഡ്ബോർഡ് ആവും.
നമുക്കിനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെക്കുന്നത് നമ്മുടെ കേക്ക് ഒട്ടിപ്പിടിച്ച് ഇതിൽ തന്നെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ കേക്ക് ദേ എപ്പോഴും നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ ഞാൻ പറയാൻ വിട്ടുപോകണയാണ്, ഇങ്ങനെ തിരിച്ച് വെക്കുക. കണ്ടോ, ഇതാകുമ്പോൾ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്, നമുക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും കേക്ക് തിരിച്ച് വെച്ചിട്ട് വേണം നിങ്ങൾ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ലെവലായിട്ടിരിക്കും, നല്ല ഫ്ലാറ്റ് ആയിട്ടിരിക്കും. ഇനി നമുക്ക് കേക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യണം. നടുക്ക് വെച്ചിട്ട് വേണം നിങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര നല്ലതായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഒരു പീസ് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് വേണം നമുക്ക് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കേക്ക് ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയിരിക്കും, കഴിക്കാനും നല്ലൊരു സ്വാദായിരിക്കും. ഈ ഒരു സമയത്ത് നമുക്ക് പഞ്ചസാര നിങ്ങൾ ചേർത്തത് കുറവാണെങ്കിൽ മധുരത്തിന് നമുക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം എന്നേ ഉള്ളൂ. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഷോപ്പിലൊക്കെ നല്ല രീതിയിലാണ് വിപ്പിംഗ് ക്രീം ഇതുപോലെ തേക്കുന്നത്. കേക്ക് വളരെ കുറച്ചായിരിക്കും, ശരിക്കും അതിൽ വിപ്പിംഗ് ക്രീമാണ് അവർ കൂടുതലായിട്ട് വെക്കുന്നത്. ഇനി അടുത്ത കേക്കിലും ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് വീണ്ടും വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഈ കേക്ക് ഫുള്ള് കവർ ചെയ്യണം കേട്ടോ, ഫുള്ളായിട്ട് കവർ ചെയ്യുക. ഇതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് കാണിച്ച് പോവുകയാണ്. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പായ സുമീസ് ടേസ്റ്റി കിച്ചണിൽ ഒരുപാട് പേര് കേക്ക്സൊക്കെ ഉണ്ടാക്കിയിടുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, എല്ലാവരും നല്ല രീതിയിലാണ് ചെയ്യുന്നത്. ശരിക്കും കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. അപ്പോൾ ഇനിയും നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അയയ്ക്കുക. അപ്പോൾ ഇതുവരെയും നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഇതുപോലെ അയച്ചു തരിക. എല്ലാവർക്കും കാണാം കേട്ടോ. ഫേസ്ബുക്ക് പേജ് ആകുമ്പോൾ നമുക്ക് പരസ്പരം എല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു ഗ്രൂപ്പാണ്. സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന് തന്നെയാണ് നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ പേര്. അടുത്ത കേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ കേക്ക് സൈഡ് കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, കുറച്ചുകൂടി ചെറുതാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞത്. എന്നിട്ട് കേക്ക് വീണ്ടും രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്യുക, എന്നിട്ട് വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. വീണ്ടും അടുത്ത ലെയർ കേക്ക് വെക്കുക. ഫുള്ള് ഇത് വെച്ചിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും വിപ്പിംഗ് ക്രീം കൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്യാം. ഫുള്ളായിട്ട് നിങ്ങൾ ഐസിങ് ചെയ്തതിന് ശേഷം ഇതൊരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് ബാക്കി ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് നീറ്റായിട്ട് എടുത്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഫോണ്ടൻ്റ് ഐസിങ് റെഡിയാക്കിയില്ലേ, ഇതിൽ നമുക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജെൽ ഫുഡ് കളറാണ്, അതാണ് കൂടുതൽ നല്ലത്. ജെൽ കളറാണ് ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റ്. ഫുഡ് കളർ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ആദ്യം ഒരു 1-2 ഡ്രോപ്സ് ഒഴിച്ച് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് തന്നെ മതിയാവും. എന്നതിന് ശേഷം ഇതുപോലെ പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ ഒരല്പം ഐസിങ് ഷുഗർ ഇട്ടിട്ട് പരത്തിയെടുക്കുമ്പോൾ നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. എന്നതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ലേസ് പോലെ സൈഡിൽ വെക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഒരുപാട് പേര് പറഞ്ഞു ഒരു ഫോണ്ടൻ്റ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഫോണ്ടൻ്റ് ഐസിങ് കൂടി ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കറക്റ്റ് ഷേപ്പിന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ചുറ്റിച്ച് അങ്ങ് വെച്ച് കൊടുത്താൽ മതി, ഒരുപാട് പാടൊന്നും ഇല്ല. വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ രണ്ടാമത് വീണ്ടും കട്ട് ചെയ്തെടുത്തില്ലേ, അത് ഇതിൻ്റെ ആ തുമ്പത്ത് വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ അങ്ങ് ഒട്ടിച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് ഒട്ടിയിരിക്കും, കാരണം നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലല്ലേ ഇങ്ങനെ വെക്കുന്നത്, അതുകൊണ്ട് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇനി ഒരു ഇച്ചിരി ഭാഗത്തുകൂടി ഒരു ചെറിയ പീസ് കൂടി വെക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഏറ്റവും താഴെയും വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ തന്നെ അങ്ങ് ചുറ്റി അങ്ങ് വെച്ച് കൊടുത്താൽ മതി.
അപ്പോൾ ഞാൻ ഫുള്ള് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഷുഗർ ബാൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഷുഗർ ബോൾസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന്. വീട്ടിൽ ഉണ്ടാക്കാം, പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ സിൽവർ കളർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫോണ്ടൻ്റ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയില്ല, അത് തന്നെ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് സിൽവർ കളറിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഷുഗർ ബാൾസായി. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ സിൽവർ കളറില്ല, ഫുഡ് കളർ തന്നെ വേണം, സിൽവർ ഫുഡ് കളർ. അപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരുപാട് പേര് ചോദിക്കുന്നു, എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. എനിക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരു സംഭവം ഉണ്ടാക്കി കാണിക്കാം. ഇനി നമുക്കിതേ നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഈ എടുത്തിരിക്കുന്ന നോസിൽ നമ്മൾ ഫ്ലവർ വരച്ചെടുക്കില്ലേ, ആ നോസിലാണ് കേട്ടോ. നമുക്കിഷ്ടമുള്ള ഏത് ഡെക്കറേഷൻ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇപ്പോൾ എൻ്റേതായ ഒരു രീതിയിലുള്ള ഡെക്കറേഷൻസൊക്കെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇത് നാച്ചുറൽ ഫുഡ് കളറാണ് കേട്ടോ, പൗഡർ കളറാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. അത് നമുക്കിങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ പൗഡർ കളർ ഇതുപോലെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും പൗഡർ കളർ ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഞാൻ ഫോണ്ടൻറ്റിൽ കളർ ചേർത്തില്ല, അങ്ങനെ ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കണം, അതുപോലെ കളർ കിട്ടാനും പാടാണ്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയാണ് ഈ ഒരു കളർ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഫ്ലവറൊക്കെ വരച്ചിട്ട് ഈ പൗഡർ അതിൽ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്താണ് ചെയ്യുന്നത്. പക്ഷേ അത് എനിക്കിപ്പോഴാണ് അറിയാൻ പറ്റിയത്. അതുപോലെ തന്നെ ഞാനിവിടെ റോസ് കളറും എടുത്തിട്ടുണ്ട്. റോസ് കളർ നമുക്കിങ്ങനെ നടുക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലവറൊക്കെ വെള്ള കളറിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ഇട്ട് കൊടുത്താണ് ഈ പൗഡർ കളർ യൂസ് ചെയ്യുന്നത്. ഇത് ഓർഗാനിക് പൗഡറാണ്, ഫുഡ് കളർ. കണ്ടോ, ഇതുപോലെ എല്ലായിടത്തും ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഷുഗർ ബാൾസ് കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമുക്കിഷ്ടമുള്ള രീതിയിൽ വെഡ്ഡിങ് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടേതായ രീതിയിൽ ചെയ്യുക. ഇതിപ്പോൾ എൻ്റേതായ ഒരു രീതിയിൽ ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു ഡെക്കറേഷൻ കൂടിയുണ്ട്. ഇതിൻ്റെ ടോപ്പിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് എഴുതാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ടോപ്പിൽ എന്തെങ്കിലുമൊക്കെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ സാധാരണ ഒരു ഐസിങ് ബാഗിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം മാറ്റിയിട്ട് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീട്ടിൽ നിങ്ങൾക്ക് നോസിലൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടും ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അതും ഒരു നല്ലൊരു ഡെക്കറേഷനാണ്. നമ്മുടെ സാധാരണ നിങ്ങൾക്ക് ഏതെങ്കിലും നല്ലൊരു കവർ ഉണ്ടെങ്കിൽ അതിൽ വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് ചെറിയ ഒരു ഹോൾ ഇടുക. എന്നിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങ് ആക്കി കൊടുത്താൽ മതി.
ഏറ്റവും ടോപ്പിലായിട്ട് ഞാൻ കുറച്ച് ഷുഗർ ബാൾസ് കൂടി ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ പുതിയ തരം ബേക്കിംഗ് റെസിപ്പികൾക്കായി അല്ലെങ്കിൽ ബേക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ മിസ് ചെയ്യാതെ എന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.